വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഷിരൂരിൽ നിന്ന് വരുന്നത്. ഈശ്വർ മാൽപേ ദൗത്യം അവസാനിപ്പിച്ചു എന്ന വിവരമാണിപ്പോൾ അവിടെ നിന്ന് വരുന്നത്. KB ശ്രീധരൻ ചേർന്നുണ്ട്. ശ്രീധരൻ, ഈശ്വർ മാൽപേ സംഘം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. അവർ ആ പ്രതികൂല സാഹചര്യത്തിൽ മുങ്ങി തിരച്ചിൽ നടത്തുന്നതൊക്കെ കണ്ടു അപകടകരമായ സാഹചര്യമായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങാൻ കഴിയുന്ന സ്ഥിതിയില്ല എന്ന് അദ്ദേഹം തന്നെ രാവിലെ പറയുന്നുമൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ദൗത്യം അവസാനിപ്പിക്കുന്നത്? പലതവണ ഈ വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തിയിട്ടും കാര്യമായിട്ടൊന്നും കണ്ടെത്താനായില്ല. ഇതോടൊപ്പം തന്നെ ഒഴുക്കിൻ അടിത്തട്ടിലേക്ക് പോകാനും ഈശ്വർ മാൽപേയ്ക്ക് കഴിഞ്ഞില്ല. അതിന് പ്രതികൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ ഇന്ന് രാവിലെ പ്രതികരിച്ചിരുന്നു. പ്രധാനമായിട്ടും പുഴയുടെ അടിത്തട്ടിൽ വളരെയധികം വലിയ പാറക്കെട്ടുകൾ, അതുപോലെ തന്നെ മണ്ണടിഞ്ഞു കിടക്കുന്നു, വലിയ മരങ്ങൾ കടപുഴകി വന്ന് അതേപടി കിടക്കുന്നു. ഇതിൻ്റെ ചില്ലകളൊക്കെ താഴേക്ക് പോകുമ്പോൾ വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ഈശ്വർ മാൽപേ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അടിയിലേക്ക് പോകും തോറും വിസിബിലിറ്റി ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഈ അദ്ദേഹത്തിൻ്റെ തിരച്ചിൽ അവസാനിപ്പിച്ചത്. അതായത് കൂടുതൽ ആഴത്തിലേക്ക് പോകാനാവില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഈ ദൗത്യ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. നിലവിലേതായാലും അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഒരു സ്ഥിരീകരണം കളക്ടറുടെ ഭാഗത്ത് ദൗത്യം തികച്ചും ദുഷ്കരമായ ഒരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരില്ലേ ശ്രീധരൻ? ഈശ്വർ മാൽപേയുടെ ഇടപെടൽ അത് വലിയ പ്രതീക്ഷ നൽകിയതാണ്. സാധാരണ നിലയിൽ മനുഷ്യസാധ്യം അല്ലാത്തത് സാധിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ ആളുകളും അവിടെ തിരച്ചിലിനായി ഇറങ്ങിയപ്പോൾ ഒരുപക്ഷെ എവിടെയാണ് അർജുനുള്ളത്, ട്രക്കുള്ളത് എന്ന കാര്യത്തിൽ വിവരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതുകൂടി ഇപ്പോൾ ആ പ്രതീക്ഷ കൂടി അവസാനിക്കുകയാണ്. അത്യന്തം ദുഷ്കരമാണ് ഈ ദൗത്യം എന്ന് പറഞ്ഞ് ഈശ്വർ മാൽപേയും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഏത് തരത്തിലായിരിക്കും കാര്യങ്ങൾ വിശദീകരിക്കുക ഇനി? ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാന പ്രതീക്ഷ തന്നെയായിരുന്നു ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധ സംഘത്തിൻ്റെ സേവനം. അതിന് പ്രധാന കാരണവുമുണ്ട്. അവരുടെ മുൻപരിചയം, ഈ മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്, നദിയുടെ ഘടനയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ്, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സേവനത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ കഴിഞ്ഞ 2 ദിവസം, അതായത് വലിയ കുത്തൊഴുക്ക് ഈ പുഴയിലുണ്ടായിരുന്നു. ആ കുത്തൊഴുക്കിലേക്ക് ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘം ചാടിയിറങ്ങി. പലപ്പോഴും അടിത്തട്ടിലേക്കൊക്കെ പോകാൻ ശ്രമിച്ചെങ്കിലും അധികം ആഴത്തിലേക്ക്, പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുള്ള ഈ ലോറിയുടെ സ്ഥാനം കിടക്കുന്ന ആ പ്രദേശത്തേക്ക് പോകാൻ ഈശ്വർ മാൽപേയ്ക്കും സംഘത്തിനും സാധിച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൽ നിർണായകമായത്. അതായത് ഇതുവരെ ലോറിയുടെ അടുത്തേക്ക് എത്താൻ പോലും സംഘത്തിന് കഴിഞ്ഞില്ല. അതിന് പ്രതികൂലമായി ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെയുണ്ട്. അതുപോലെ തന്നെ വിസിബിലിറ്റി ഇല്ലായ്മ വലിയ പ്രശ്നമാണ്. ഈ കണ്ണുകൾ കൊണ്ട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. പകരം തൊട്ട് അല്ലെങ്കിൽ സ്പർശനം കൊണ്ട് കയ്യിലുള്ള ലോഹ പോള് കൊണ്ടൊക്കെ തൊട്ടറിയുകയാണ് ചെയ്തത്. തകരപ്പാട്ടകളും അതുപോലെ തന്നെ വലിയ മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെയുമായിരുന്നു ആ പ്രദേശത്തെന്ന് ഈശ്വർ മാൽപേ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിലവിലേതായാലും മാൽപേ സംഘത്തിൻ്റെ ബോട്ടുകൾ ഇവിടെ കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്. MLA സതീഷ് കൃഷ്ണസൈൽ ഇപ്പോൾ ഇവിടെ സംസാരിച്ചു. കന്നഡ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം സംബന്ധിച്ച ഒരു നിർണായക പ്രതികരണം MLAയുടെയും അതുപോലെ തന്നെ കളക്ടറുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി മാത്രമാണ് ദൗത്യം ആരംഭിച്ചത്. നിലവിൽ ഒരു 2 മണിവരെയൊക്കെ ദൗത്യം മുന്നോട്ട് പോയുള്ളൂ. അതിനൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് കനത്ത മഴ ഈ പ്രദേശത്ത് പെയ്തിരുന്നു. ഈ പുഴയിലെ ഒഴുക്കിന് കാര്യമായിട്ട് കുറവുണ്ടായതുമില്ല. പക്ഷേ വെള്ളം ഇന്ന് കുറച്ചുകൂടി തെളിഞ്ഞ ഒരു മട്ടിലായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ നിലവിൽ ഏതായാലും ഇത് സംബന്ധിച്ച ഒരു നിർണായക പ്രഖ്യാപനം ഈ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന്, ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടറുടെയും അതുപോലെ തന്നെ MLAയുടെയും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ AKM അഷ്റഫ് MLA ഈ ദൗത്യ സംഘത്തോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന AKM അഷ്റഫ് MLA നടത്തിയൊരു പ്രതികരണവും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായിരുന്നു. ഈശ്വർ മാൽപേയ്ക്ക് ശേഷം ഇനി എന്ത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി അദ്ദേഹം ഉന്നയിച്ചു. അതായത് ഇതുവരെ 13 ദിവസം നടത്തിയ ഈ ശ്രമങ്ങൾക്ക് ഒരു ഫലവും ഇതുവരെ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്നുള്ള സംബന്ധിച്ച ഒരു പ്ലാൻ വേണം. മുഖ്യമന്ത്രിമാർ, ഇരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു സംസാരം നടത്തണം, കൃത്യമായിട്ടുള്ള ഒരു കൂടിയാലോചനകൾ നടത്തണം എന്നുള്ള കാര്യമൊക്കെ AKM അഷ്റഫ് പറഞ്ഞിരുന്നു.